ലഹരി കേസുകളിലെ പ്രതികളുടെ രാഷ്ട്രീയത്തെ ചൊല്ലി നിയമസഭയിൽ ബഹളം. കേസുകളിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകളുമുണ്ടെന്ന മന്ത്രി അബ്ദുറഹ്മാന്റെ പരാമർശത്തിലായിരുന്നു തർക്കം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ലഹരി കേസിൽ പിടിയിലായ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ഏത് പാർട്ടിക്കാരനെന്ന് ടി.വി. ഇബ്രാഹിം തിരിച്ചടിച്ചു. എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സർ. ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്? അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു? സർ, സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിന്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട്. മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു പരാമർശമാണ് ഉത്തരത്തിൽ പറഞ്ഞത്. സാർ, അത് അദ്ദേഹം പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. അത് പരിശോധിച്ച് ചെയ്യാം. അതുപോലെ പറഞ്ഞല്ലോ, ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം. ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശം, അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, ലഹരിയെ ചൊല്ലിയുള്ള ഒരു വാക്പോരാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്ന് സ്പീക്കർ പറയുമ്പോഴും എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? ചോദ്യോത്തരവേളയിലായിരുന്നു ഈ വാക്പോര് ഉണ്ടാകുന്നത്. നജീബ് കാന്തപുരം കായിക മന്ത്രിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ആ ചോദ്യത്തിനിടെ ലഹരി ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ പ്രതിരോധിക്കേണ്ടതിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു വകുപ്പ് കായിക വകുപ്പാണ്. പക്ഷേ കായിക വകുപ്പ് ഒരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിട്ടുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം വി അബ്ദുറഹ്മാൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ മറുപടി, സംസ്ഥാനത്തെ ലഹരി കേസുകൾ കൂടുതലാണ്, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ താൻ വായിക്കുന്നുണ്ട്. ആ വാർത്തകളിലൊക്കെ കൂടുതൽ പേര് വരുന്നത് അങ്ങയുടെ പാർട്ടിക്കാരാണ്, നജീബിൻ്റെ പാർട്ടിക്കാരാണ് എന്ന് പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷ നേതാവ് തന്നെ എഴുന്നേറ്റ് നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധിക്ഷേപിക്കുകയാണ് മന്ത്രി ചെയ്തത്. ഒന്നുകിൽ മന്ത്രി ആ പരാമർശം പിൻവലിക്കണം, അല്ലെങ്കിൽ സ്പീക്കർ ഇടപെട്ട് രേഖകളിൽ നിന്ന് ആ പരാമർശം നീക്കണം എന്നതായിരുന്നു ആവശ്യം. ലീഗിനെ ചൂണ്ടിയാണ് മന്ത്രി പറഞ്ഞതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സ്പീക്കറുടെ മറുപടി ആദ്യഘട്ടത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നജീബിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങളുണ്ടായി. മന്ത്രിയെ അപമാനിക്കുന്ന രൂപത്തിൽ, ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലാണ് നജീബ് സംസാരിച്ചത്. അതുകൊണ്ട് രണ്ടും പരാമർശവും രേഖകളിൽ ഉണ്ടാകില്ല എന്ന് മന്ത്രി മറുപടി നൽകി. അതിനുശേഷം ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റ ടി.വി. ഇബ്രാഹിമും മന്ത്രിക്കെതിരെ തിരിഞ്ഞു. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ച ഈ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ലഹരി കേസിൽ പിടിയാതെ ഏത് പാർട്ടിയാണെന്ന് മന്ത്രി വ്യക്തമാക്കണം. പാർട്ടിയുടെ കണക്ക് തിരിച്ചാണ് സംസാരമെങ്കിൽ അങ്ങനെ ആകാം എന്നുകൂടി ടി.വി. ഇബ്രാഹിം പറഞ്ഞു വെച്ചു. അതിനുശേഷം ചെറിയൊരു തർക്കത്തിന് ശേഷം സഭ വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സുജി.